മാവൂരിലെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചുമാറ്റൽ തുടങ്ങി. അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചുമാറ്റാൻ 1.5 വർഷം മുമ്പ് സർക്കാർ അനുമതി നൽകിയെങ്കിലും വ്യാപാരികളുടെ എതിർപ്പിനെ തുടർന്ന് സാധിച്ചിരുന്നില്ല. അപകടാവസ്ഥയിലുള്ള മാവൂർ ടൗണിലെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സാണ് പൊളിച്ചുമാറ്റൽ തുടങ്ങിയത്. 1.5 വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിട്ടും കെട്ടിടത്തിലെ വ്യാപാരികളുടെ എതിർപ്പിനെ തുടർന്ന് പൊളിച്ചുമാറ്റാൻ സാധിച്ചിരുന്നില്ല. 50 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും അടർന്ന നിലയിലായിരുന്നു. അപകട ഭീഷണിയിലായ കെട്ടിടം പൊളിക്കാനുള്ള അനുമതി തേടി മാവൂർ പഞ്ചായത്ത് സർക്കാരിനെ സമീപിക്കുകയും തുടർന്ന് കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക്കിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ച കെട്ടിടത്തിന് അൺഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് കെട്ടിടം പൊളിക്കാൻ സർക്കാർ അനുവാദം നൽകിയെങ്കിലും കൂടുതൽ കാലതാമസമെടുത്തു. കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് പാളികൾ പല ഭാഗത്തും അടർന്നു വീഴുന്നുണ്ടായിരുന്നു. കൂടാതെ ചോർച്ചയും. കെട്ടിടത്തിൻ്റെ ശോച്യാവസ്ഥ കാരണം പഞ്ചായത്ത് നോട്ടീസ് നൽകിയതനുസരിച്ച് ഇവിടെ പ്രവർത്തിച്ചിരുന്ന KCBയും ഒഴിഞ്ഞുപോയി. തുടർന്ന് കച്ചവടക്കാർ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അൺഫിറ്റാണെന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ ശേഷം ലൈസൻസ് പുതുക്കി നൽകുകയോ കച്ചവടക്കാരിൽ നിന്ന് വാടക വാങ്ങുകയോ ചെയ്തിരുന്നില്ല. പൊളിക്കൽ നടപടി ആരംഭിക്കുന്നതിന് മുമ്പായി വ്യാപാരികൾക്ക് മുറിയൊഴിയാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. 2 പേരൊഴികെ എല്ലാവരും പുതിയ മുറികളിലേക്ക് സാധനങ്ങൾ മാറ്റി. ഒഴിയാതിരുന്ന കടകളിലെ സാധനങ്ങൾ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് അധികൃതർ എടുത്തുമാറ്റാൻ ഒരുങ്ങിയപ്പോൾ ഉടമകൾ വന്ന് മാറ്റിക്കൊടുക്കുകയായിരുന്നു. സംഘർഷ സാധ്യത കണക്കെടുത്ത് വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ സ്ട്രൈക്കിംഗ് ഫോഴ്സ്, സബ് ഡിവിഷണൽ സ്ട്രൈക്കിംഗ് ഫോഴ്സ്, മാവൂർ പോലീസ് തുടങ്ങിയവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, മാവൂർ.